ഇന്നൊരു ഈവനിങ് റുട്ടീൻ കാണിച്ചു തരാം കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനൊന്നും ആയിരിക്കത്തില്ല. കാരണം ഇന്ന് വൈകുന്നേരത്തേക്ക് ചോറില്ല, കറിയുമില്ല. അപ്പോൾ എന്നാൽ വൈകിട്ട് ചോറും കറിയും എല്ലാം കൂടെ വെക്കുന്ന ഒരുമിച്ച് അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ മിക്കവാറും എനിക്ക് രാവിലെ ചോറൊക്കെ വെക്കുമ്പോൾ വൈകുന്നേരത്തേക്ക് പിന്നെ വെക്കേണ്ടി വരില്ല. പക്ഷേ ഇന്ന് എവിടെയോ എന്തോ ഒരു കണക്കൂട്ടിൽ എൻ്റെ പിഴച്ചുപോയി. അങ്ങനെ ഞാൻ ഇന്ന് വൈകിട്ടത്തേക്ക് ചോറൊക്കെ റെഡിയാക്കാമെന്ന് വിചാരിച്ചു. മീനൊക്കെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് വലിയ ഐസായില്ല, രാവിലെ വെച്ചതാണ്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുക്കണം. അരി ഇടണം. അരി ഇടാനായിട്ട് ഈ ചുമന്ന അരിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് എൻ്റെ മക്കൾ ഞാൻ അടുക്കളയിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും ഒരു 10-15 തവണയെങ്കിലും ഒരു മിനിറ്റിൽ വരും, സത്യം വരുവേ. എന്നിട്ട് എന്തെങ്കിലും കാര്യമാണ് അവർക്ക് എന്നോട് അതിനിടയ്ക്ക് പറയാനായിട്ട്. അപ്പം അവരുടെ കാര്യങ്ങളെല്ലാം നമ്മളതിൻ്റെ ഒപ്പം റെഡിയാക്കണം. പിന്നെ കുറേ കടുക് പാകി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരും. അതിൻ്റെ മുള പൊട്ടിയൊന്ന് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അതെങ്ങാനും മേലോട്ട് വന്നാൽ വേര് വന്നൊന്ന് പൊക്കി നോക്കുമെന്ന് എൻ്റെ പേടി. അപ്പോൾ കുറച്ച് കേര മീൻ ഇരിപ്പുണ്ട്. അപ്പോൾ അതിനെ പഠിക്കുന്നതിനിടയ്ക്ക് വന്ന് കിച്ചപ്പം എന്നെ ഇങ്ങനെ സോപ്പിടാറുണ്ട് കേട്ടോ. അപ്പം അവൻ യൂട്യൂബിലെ വീഡിയോ ഒക്കെ കാണുമ്പോഴത്തേക്കും അവനറിയാം ഇങ്ങനെ ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ആ കൂട്ടത്തിൽ എന്തോ ആണ് ചെയ്യുന്നത് അവനറിയാം. അപ്പം അതിനാണ് ഇങ്ങനെ വന്ന് പറഞ്ഞത്. ഞാൻ സത്യമായിട്ട് പറഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. ഞാനങ്ങനെ അവരെ കൊണ്ട് പറയിപ്പിക്കേണ്ട അങ്ങനത്തെ ഒരു വെച്ചിട്ട് അവൻ തന്നെ അവൻ്റെ ഇഷ്ടത്തിന് വന്ന് പറയുന്നേ. അപ്പം ഞാൻ ചിരിക്കും. അവനറിയാം അവൻ എന്ത് പറഞ്ഞാൽ ഞാൻ ചിരിക്കും എന്ന് അവനറിയാം. അപ്പം അവൻ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ചില മനുഷ്യർക്ക് സ്നേഹം പ്രകടിപ്പിക്കാൻ അറിയില്ല. സത്യത്തിൽ ഞാൻ എപ്പോഴും വിചാരിക്കും ചില മനുഷ്യർക്ക് ഒട്ടും അറിയത്തില്ല. എൻ്റെ എൻ്റെ മൂത്ത മോനാണെന്നുണ്ടെങ്കിൽ നല്ല സ്നേഹം അവനുള്ളിൽ, പക്ഷെ അവൻ ആരെയും കയ്യിലെടുക്കാൻ അറിയത്തില്ല. ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ സോപ്പിട്ടൊക്കെ അങ്ങനെ അവൻ അറിഞ്ഞൂടാ. അതേപോലെയാണ് ഞാനും. പക്ഷേ അവൻ അങ്ങനല്ല. അവനെല്ലാവരെയും എങ്ങനെ കയ്യിലെടുക്കണമെന്ന് നന്നായിട്ട് അറിയാം. ഓരോരുത്തരെ ഏതൊക്കെ രീതി സോപ്പിടണം, എന്തൊക്കെ പറഞ്ഞാൽ അവർ അലിയും ചിരിക്കും എന്നൊക്കെ അവനറിയാം. അപ്പോൾ അങ്ങനെ മീൻകറിക്കുള്ള എല്ലാം അരിഞ്ഞ് സെറ്റപ്പാക്കി വെച്ചു. പിന്നെ വൈകുന്നേരം വന്ന പാല് കുറച്ച് അവർക്ക് ഞാൻ കാച്ചി കൊടുത്തായിരുന്നു, പാല് കാച്ചി കൊടുത്തായിരുന്നു. അപ്പോൾ ഇത് ബാലൻസ് വന്നെടുത്ത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ. അപ്പം നാളത്തേക്ക് എടുക്കാം. അങ്ങനെ നമുക്ക് വേഗം മീൻകറി വെക്കാം. അങ്ങനെ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു. ഞാൻ മീൻകറിക്ക് അങ്ങനെ കടുക് വറക്കാറില്ല കേട്ടോ, കടുക് ഇടാറേ ഇല്ല. അങ്ങനെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റും. അപ്പോൾ ഉപ്പും കൂടി ഇടുമ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് സോഫ്റ്റ് ആവും. അതുപോലെ തന്നെ ഒരു ബ്രൗൺ കളർ പെട്ടെന്ന് വരുന്നതായിട്ട് നമുക്ക് തോന്നും കേട്ടോ. പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ആദ്യം ഇടുന്നത് കേട്ടോ. മഞ്ഞൾപ്പൊടി ഒന്ന് റെഡി ആവാത്ത പോലെ എനിക്ക് തോന്നുന്നു. അതിനിടയ്ക്ക് ഞാൻ അരി അടുപ്പിലിട്ട് കേട്ടോ. അരി കഴുകുമ്പോൾ കുറച്ച് നേരം വെള്ളത്തിലൊഴിച്ച് ഞാൻ വെക്കും. കാരണം ആ അരിയുടെ ഒരു തരം മെഴുകു പോലെ ഒരു സാധനം, ഒരു എണ്ണ മെഴുകു പോലെ എപ്പോഴും വരുന്ന കാണാം അരി കഴുകുമ്പോൾ. അപ്പോൾ കുറേ നേരം വെള്ളത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സെറ്റപ്പ് ആക്കുക. അപ്പോൾ അതൊരു സൈഡിലോട്ട് റെഡിയാക്കി വെച്ചു. പിന്നെ അതൊരു കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഇട്ടേക്കുന്നത് കേട്ടോ. വേറൊന്നും ഞാനങ്ങനെ അധികം മീൻ കറി ഇടാറില്ല. സാധാരണ ഇങ്ങനെയാണ് മുളക് കറി വെക്കാറില്ല. എപ്പോഴും ഞാൻ ഇങ്ങനെയാണ് വെക്കാറില്ല. പിന്നെ തേങ്ങ അരച്ച് വെക്കുന്നത് ചിലപ്പോഴൊക്കെ ഉള്ളൂ. അത് സാധാരണ പോലെ ഇങ്ങനെ തന്നെ വെച്ചിട്ട് കുറച്ച് തേങ്ങയും കൂടെ അരച്ചങ്ങ് ചേർക്കും, അത്രേ ഉള്ളൂ. കുറച്ച് ഉലുവപ്പൊടിയും കുറച്ച് പുളിയില്ലേ, നമ്മുടെ കുടംപുളി, തൊട്ടുപുളി, അതും കൂടെ കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് തിളച്ച് ആദ്യം വന്ന് നോക്കിയപ്പോൾ തിളച്ചില്ല, രണ്ടാമത് നോക്കിയപ്പോൾ നല്ലതായിട്ട് വെട്ടി തിളച്ച്. അങ്ങനെ ഈ മീൻ കഷ്ണം എല്ലാം പെറുക്കിയിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. കറിവേപ്പില ഉണ്ടെങ്കിൽ ഇടാം കേട്ടോ. എനിക്ക് കറിവേപ്പില വെച്ച് രാത്രി ഇനി പോകാൻ വയ്യാത്തതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഉണ്ട്. അപ്പോൾ എനിക്ക് അവനീ പോകാൻ രാത്രിയല്ലേ തന്നെ ഞാൻ ഇറങ്ങിയ ഇവന്മാർ എൻ്റെ പുറകെ ഇറങ്ങും. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഇറങ്ങുന്നില്ലെന്ന് വെച്ചേട്ടോ. അപ്പം കുറച്ച് ഇവന്മാർ കൂടെ ഇരുന്ന് കുറച്ച് നേരം പഠിപ്പിക്കണം, എങ്കിൽ മാത്രം എൻ്റെ മക്കൾ പഠിക്കത്തുള്ളൂ. അപ്പം കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ ഇങ്ങനെ പഠിക്കുന്ന ആൾക്കാർ കാണിക്കും. എന്നാലും നമ്മളിങ്ങനെ ദേഷ്യപ്പെടാതെ ഒറ്റ കാര്യം നടക്കത്തില്ല കേട്ടോ. നമ്മളെ കൊണ്ട് അവർ ദേഷ്യം പിടിപ്പിക്കും. ഇത്രയും കുഞ്ഞു പിള്ളേരെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും ക്ഷമയില്ല കേട്ടോ. എനിക്ക് വലിയ പിള്ളേരെ പഠിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, എളുപ്പമാണ്, എനിക്ക് പറ്റും. നമ്മൾ വീടൊക്കെ കഴിഞ്ഞായതുകൊണ്ട് ആ ഒരു റേഞ്ച് ഓഫ് പിള്ളേരെ നല്ല രസമാണ്. എനിക്ക് എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പക്ഷേ എനിക്ക് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്കതിൽ തന്നെ ഹാൻഡിൽ ചെയ്യാൻ വലിയ പാടാണ്. പിന്നെ അത് ഞാൻ പഠിക്കുമായിരുന്നു കേട്ടോ. മക്കളെ ഞാൻ ഹാൻഡിൽ ചെയ്യാനായിട്ട് സത്യത്തിൽ ഞാൻ മക്കളോടൊപ്പം പഠിച്ച് വരുമായിരുന്നു. അതിനെന്നെ പഠിപ്പിച്ചത് എൻ്റെ മൂത്ത മോനാണ്. അതുകൊണ്ട് എല്ലാ കൃത്യതയും ഞാൻ അവനോട് പറയാറുണ്ട് ഇതിന് വേണ്ടിയിട്ട്. ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ആദ്യമായിട്ട് അമ്മയാകുമ്പം ഫസ്റ്റ് കുഞ്ഞല്ലേ നമ്മളെല്ലാം ട്രെയിൻ ചെയ്യുക അല്ലേ. നമ്മൾ ഒരു അമ്മയാവാൻ ട്രെയിൻഡ് ആവുന്നത് ആ കുഞ്ഞ് ജനിക്കുമ്പോൾ തൊട്ട് ആ കുഞ്ഞിലൂടെയാണ് അല്ലേ. അന്ന് പറഞ്ഞാൽ എൻ്റെ ട്രെയിനർ അവനായിരുന്നു. അങ്ങനെ കുറച്ചൊക്കെ ക്ഷമെങ്കിലും എനിക്ക് ഭയങ്കര ക്ഷമ കുറവാണ്. പ്രത്യേകിച്ച് ഈ ബോഡി പെയിനൊക്കെ ഉള്ളതുകൊണ്ട് കുറേ കഴിയുമ്പോൾ ഞാനങ്ങ് ഫുൾ എക്സോസ്റ്റഡ് ആവും, കുറച്ച് ദൂരമൊക്കെ നടന്നു കഴിയുമ്പോൾ തന്നെ. അപ്പോൾ പിന്നെ
എനിക്ക് നല്ലതായിട്ട് ദേഷ്യം വരും. പക്ഷേ കുറേയൊക്കെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതുകൊണ്ട് പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനമായിട്ട് പ്രശ്നം അറിയുമോ, നമ്മൾ പേരൻ്റൽ വീഡിയോസ് കാണുന്നതാണ്. ഒരു എൻ്റെ ഇപ്പോൾ കാണിച്ചത് കിച്ചാപ്പിൻ്റെ അടുത്ത സെറ്റ്. അയ്യോ, പിന്നെ എന്തൊക്കെയാണ് അമ്മയെ പറ്റി പറയാനുള്ളത്? അമ്മയോ? ഒന്നു വന്നേ. ചക്കര ഉമ്മയുണ്ടോ അമ്മയ്ക്ക്? ഫ്ലൈങ് കിസ്. ആ കൈ വെക്ക്, ആ കൈ. ലവ് യു കിച്ചേ. എൻ്റെ കിച്ചു ഇങ്ങനെ കേട്ടോ, നമ്മളങ്ങ് ഹാർട്ട് ടു ടച്ച് എന്നൊക്കെ പറയത്തില്ല, നമ്മളങ്ങ് ഭയങ്കരമായിട്ട് അവനങ്ങ് എക്സ്പ്രസ് ചെയ്യും. പക്ഷേ എൻ്റെ മൂത്ത ആൾ അങ്ങനെ അല്ല കേട്ടോ, എൻ്റെ അപ്പസ് പാവമാണ്, അവനങ്ങനെ ഒന്നും കാണിക്കാറില്ല. ഞാൻ എപ്പോഴും ഓർക്കും, ഇങ്ങനെ കാണിക്കുന്നവരെയാണ് കൂടുതൽ ആൾക്കാരങ്ങ് നമ്മൾ വിചാരിക്കും അവർക്കായിരിക്കും സ്നേഹം, ഇവിടെ സ്നേഹം എന്ന് പറയും. പക്ഷേ എക്സ്പ്രസ് ചെയ്യാത്തവർക്കും സ്നേഹമുണ്ട്, പക്ഷേ അവരുടെ സ്നേഹം മനസ്സിലാക്കുന്നില്ല ആരും കേട്ടോ. അങ്ങനെ 2 കാറ്റഗറി ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഓർക്കുന്നത് വളരെ ചെറുപ്പത്തിൽ തന്നെ അവനിങ്ങനെയൊക്കെ ചെയ്യുന്നതൊന്നും കണ്ടിട്ടൊന്നും ഉള്ളതല്ല, അവൻ സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്തെടുത്തൊരു സ്വഭാവമാണ്. അപ്പോൾ 2 പേരെ ഞാൻ തന്നെ പ്രസവിച്ചല്ലേ. അപ്പോൾ ഞാൻ ഓർക്കും, മനുഷ്യൻ ജനിക്കുമ്പോൾ തന്നെ കുറച്ച് ഹാബിറ്റ്സുമായിട്ടാണ് ജനിച്ച് വരുന്നത്. നമ്മൾ എത്രയൊക്കെ വളർത്തുന്നതിൻ്റെ ഒരു ഇതുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഒരു സ്വന്തമായിട്ടൊരിതുണ്ട് കേട്ടോ. ആ രീതിയിലായിരിക്കും എല്ലാവരും. പിന്നെ അതിന് ഡെവലപ്പ് ആവുന്നത് നമ്മുടെ ഹെൽപ്പോടെ ആണെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ മീനൊക്കെ ഇവിടെ റെഡിയായി കേട്ടോ. കുറച്ച് മീൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊരിച്ചെടുത്തു. അപ്പോഴത്തേക്ക് അച്ഛൻ വന്നു കേട്ടോ. മുന്നേ അച്ഛൻ്റെ അടുത്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര പെടുത്തുവാടി ഇറക്കണമെന്നുണ്ട്. അങ്ങനെ ഏട്ടൻ വന്നപ്പോൾ മുട്ടായിയും ഐസ്ക്രീമൊക്കെ കൊണ്ടുവന്നു കേട്ടോ. നല്ല ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ഇല്ലേ, കഴിഞ്ഞ ദിവസം നമ്മൾ പരിമല പോയപ്പോൾ കഴിച്ചില്ലേ, അത് വേണ്ട. ഇതിൻ്റെ ലാസ്റ്റ് മെഴ്സലസിൻ്റെ ഒക്കെ കിട്ടും ഏട്ടൻ പറഞ്ഞിട്ട് ബന്ധവത്തി ഇവിടെ എല്ലാം കിട്ടും, നിന്നോട് ആര് പറഞ്ഞ് ഇവിടെ ഒന്നും കിട്ടത്തില്ല, കിട്ടുമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ചു വന്നേട്ടോ. അത് അപ്പോൾ കുഞ്ഞ് അപ്പം തന്നെ അതിനെ ഫ്രീസർ കയറ്റി കിച്ചപ്പ് കാണാതെ, അല്ലെങ്കിൽ രാത്രിയിൽ അവനിത് അടിച്ച് കയറ്റും. പിന്നെ വല്ല ചുമയോ എല്ലാം വന്നു പോയെങ്കിലും ഒന്ന് പേടിച്ചിട്ട്, സ്കൂളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ അവൻ കാണാതെ അതിനെ അങ്ങ് ഫ്രീസർ കയറ്റി. പിന്നെ ആ മുട്ടായി ഞങ്ങൾ ഇച്ചിരി നേരെ ഫ്രിഡ്ജിൽ തണുപ്പിച്ചിട്ട് കഴിച്ചു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരുടെ ചോറ് കഴിച്ചു. ബട്ട് എനിക്കൊരു അബദ്ധം പറ്റി ഗൈസ്. എന്താണെന്നറിയാമോ, ഞാൻ ഈ ഐസ്ക്രീമിൻ്റെ പുറകെ പോയ സമയത്ത് ഈ മീൻകറി അവിടെ നിന്ന് ആടി പിടിച്ചു പോയി. ദൈവമേ, നല്ല ഒന്നാന്തരം മീനായിരുന്നു കേട്ടോ. അത് നല്ലോണം അങ്ങ് പുകഞ്ഞൊരു പുകച്ചവയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പെട്ടെന്ന് ഇവന്മാർക്ക് ചോറൊക്കെ കൊടുത്തു. ഞാൻ വിരിച്ച് പെട്ടെന്നങ്ങ് കട്ടിലൊക്കെ റെഡിയാക്കി തല്ലിക്കുടഞ്ഞ് വിരിച്ചിട്ട് കേട്ടോ. പെട്ടെന്ന് അത് വിരിച്ചിട്ടാക്കിച്ചാൽ നേരത്തെ കിടന്നങ്ങ് ഉറങ്ങിക്കോളും. നമ്മൾ കട്ടിലൊക്കെ വിരിച്ച് വൃത്തിയാക്കി ഇട്ട് AC ഒക്കെ ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ അവൻ അങ്ങ് ഉറങ്ങിക്കോളും. പിന്നെ അവൻ നമ്മൾ ഉറക്കാനായിട്ട് ഇരിക്കുമൊന്നും വേണ്ട കേട്ടോ. അത് പിന്നെ അപ്പനാണെങ്കിൽ ഉറങ്ങാൻ ഭയങ്കര താമസം. പക്ഷേ ഇളയാളങ്ങനല്ല, അവനങ്ങ് ഉറങ്ങിക്കോളും. തന്നെ കിടന്നങ്ങ് ഉറങ്ങിക്കോളും കേട്ടോ. അപ്പോൾ ഞാൻ അവിടെയൊക്കെ ഒന്ന് കുടഞ്ഞ് വെച്ച്, അപ്പോഴാണ് എനിക്ക് എന്തോ കാലിലൊക്കെ ചെറിയ ചെറിയ പൊടികൾ ഒട്ടുന്ന പോലെ തോന്നിയിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് തൂത്തു. അപ്പോഴാണ് ഒരാൾ കുളിച്ചിട്ട് നനവോടെ അങ്ങോട്ട് കയറുന്നത്. അപ്പം ഞാൻ പറപ്പിച്ച് അങ്ങനെ പോയി. പിന്നെ ഒരാൾ പല്ല് ഇങ്ങനെയാണ് കേട്ടോ. അവൻ ആ TV ഫ്രണ്ടിൽ പോയി നിന്നുകൊണ്ട് TV നോക്കുന്നുണ്ട്. 1 മണിക്കൂർ ഇടയിൽ പല്ല് തേക്കുക. അപ്പോൾ അതത്ര സമയം നമുക്കത്ര ലാഭകരമല്ലാത്തത് കൊണ്ട് ഞാൻ പിന്നെ പിടിച്ചങ്ങ് പല്ല് തേക്കും. വൈകുന്നേരം മാത്രമാണ് ഞാനൊന്ന് തേപ്പിച്ച് കൊടുക്കുന്നത്. രാവിലെ അവൻ സ്വന്തമായിട്ട് തേച്ചത് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് അച്ഛൻ വന്നിട്ട് പറഞ്ഞ്, ആകാശത്ത് കുറേ നക്ഷത്രമല്ല, മേഘങ്ങൾ, വെള്ള മേഘങ്ങൾ കല്ലിൻ്റെ ഇടയിൽ കിടക്കുന്നത് പോലെ, മഞ്ഞ് പോലെ കിടക്കുന്നത് കാണാൻ വായു എന്ന് പറഞ്ഞ് വിളിച്ചു. അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ് അവൻ ഭയങ്കര ഹോംവർക്ക് ചെയ്ത് അവൻ ചെയ്യുന്നു, അവൻ വരുന്നില്ലെന്ന് പറഞ്ഞു. അവൻ ഞങ്ങൾ 3 പേരും കൂടെ പോയി നോക്കി. പിന്നെ അപ്പോൾ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കുക കേട്ടോ. പിന്നെ ഏട്ടൻ ഈ വർക്കൊക്കെ ചെയ്യാൻ പോകുമ്പോഴത്തേക്കും നമ്മൾ അവർ ഇലക്ട്രീഷ്യന്മാരല്ലേ, ഈ ഭിത്തിയൊക്കെ നല്ലോണം അവർക്ക് കട്ട് ചെയ്യുമ്പോൾ ഭിത്തി കട്ട് ചെയ്യുമ്പോൾ ഈ കോൺക്രീറ്റിൻ്റെ പൊടി കണ്ടമാനം വരും കേട്ടോ. അപ്പം കുറത്ര മാസ്ക് വെച്ചെന്ന് പറഞ്ഞാലും നമ്മൾ തലയിൽ എന്തെങ്കിലും കെട്ടി ഇത് വന്ന് തലയിൽ ഇങ്ങനെ അങ്ങ് അടിഞ്ഞിരിക്കും ഈ മണ്ണൊക്കെ. അങ്ങനെ ഏട്ടൻ ഇത് കുളിച്ചാലും മുടിയൊക്കെ വരുമ്പോൾ അതൊരു കല്ല് പോലെ ഇരിക്കും. പിന്നെ അപ്പം ഞാൻ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഇങ്ങനെ എന്തെങ്കിലും എന്നൊന്നും ഇല്ല കേട്ടോ. ഏട്ടൻ പറയുന്ന ദിവസങ്ങളിൽ മാത്രം ഇങ്ങനെ ചീ കൊടുക്കുമ്പോഴത്തേക്ക് ഈ മണ്ണ് കുറേയൊക്കെ ഇങ്ങനെ പോരും. പക്ഷേ ഇന്ന് അധികം ഇല്ലായിരുന്നു. പക്ഷേ ഏട്ടന് ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ചേറെ ഇരുന്ന കാര്യമൊക്കെ പറഞ്ഞു. കിച്ചാപ്പ് ഞങ്ങൾ കാര്യം പറയാൻ വന്ന തക്കത്തിന് അവനവിടെ ഇല്ല, ബീൻ ബാഗിലൊക്കെ കിടക്കുന്നത് പോലെ ഞങ്ങൾ 2 ഗുണ്ടുമണികൾ അപ്പുറം ഇരിക്കുകയല്ലേ. അപ്പോൾ അവനിങ്ങനെ ചാരി സുഖമായിട്ട് കിടന്ന് TV കാണുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയിപ്പോൾ ബീൻ ബാഗ് സോഫയിൽ നിന്ന് ഭയങ്കര നമ്മളിങ്ങനെ ഇരുന്ന് കൊടുത്താൽ മതിയെന്നാണ്. അങ്ങനെ എനിക്ക് കുറച്ച് ജോലിയും കൂടെ ഉണ്ട്. അപ്പോൾ കൂട്ടനെ ഭയങ്കരമായിട്ടും എഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഹോംവർക്ക് ചെയ്തല്ലേ. ഇന്ന് ഒത്തിരി ഹോംവർക്ക് ഉണ്ടായിരുന്നല്ലോ ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ അയാൾ അവിടെ നിന്ന് ഹോംവർക്കൊക്കെ ചെയ്യുക. അങ്ങനെ എൻ്റെ മീൻകറി കരിഞ്ഞ പോയ സങ്കടം ഞാൻ ഏട്ടനിങ്ങനെ വരുന്നത്. അപ്പോൾ ഏട്ടൻ്റെ പറപ്പിട്ട് 400 രൂപയുടെ മീനാണ്, നീ എന്താ കാണിച്ചാണെന്ന്. എന്നാലും മീൻ എഴുതായിട്ടൊന്നും വഴക്കൊന്നും പറയത്തില്ല. അങ്ങനെ ഇതൊരു എക്സസൈസ് ആട്ടോ, നെക്കിനുള്ള നമ്മുടെ ഫിസിയോതെറാപ്പിയുടെ തെറാപ്പിസ്റ്റ് പറഞ്ഞു തന്നെയാട്ടോ. ഇതിപ്പോൾ ചെയ്യുമ്പോഴത്തേക്കും കഴുത്തിൻ്റെ പെയിനൊക്കെ നല്ലതായിട്ട് കുറയുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോ സൈഡിലോട്ട് ഇങ്ങനെ നമ്മൾ പ്രഷർ ചെയ്ത് ഒരാൾ പിടിക്കുമ്പോൾ നമ്മൾ അതേ സൈഡിലോട്ട് പ്രഷർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ അതൊരാളുടെ ഹെൽപ്പിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ആ എക്സസൈസ് ഒരു 10
ടൈംസ് വെച്ച് ചെയ്യണം കേട്ടോ ഒരെണ്ണം. കുറച്ച് ക്ഷമയില്ലാത്ത ആളാണ് ഏട്ടനുള്ളത്, വായൊക്കെ പൊളിക്കുന്നുണ്ട്, ഉറക്കാൻ വരുന്നുണ്ട്. മോൻ പിടിക്കാനായിട്ട് നിന്നാൽ, പക്ഷേ മോൻ പിടിക്കുമ്പോൾ ഒരു പവറില്ലാതെ വലിക്കുന്നത്, നല്ല പവറിൽ പിടിച്ചാലേ ഒരു പ്രഷറുണ്ടല്ലോ, അത്രയും പ്രഷറിൽ തന്നെ പിടിച്ചാലേ ആ കഴുത്തിന് ഒരു ചെയ്യുന്നതായിട്ട് തോന്നൊരു ഫീൽ ചെയ്യത്തുള്ളൂ. അപ്പോഴത്തേക്കും ഒരു 10-10 ആയപ്പോഴത്തേക്കും ഇവിടെ ഒരാളുടെ ഹോംവർക്ക് തീർന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ കുറച്ച് നേരം കൂടി ഇരുന്നെന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ തന്നെത്താൻ ഇങ്ങനെ നോക്കി എഴുതുമ്പോഴത്തേക്കും അപ്പം വീണ്ടും ലേറ്റ് ആകും, എഴുതാൻ ഭയങ്കര സ്ലോ ആകും. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ വായിച്ചു കൊടുക്കുമ്പോഴത്തേക്കും എളുപ്പം എഴുതുന്നെങ്കിൽ തന്നെ അവനെ എഴുതട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ വായിച്ചു കൊടുത്തു. അപ്പോഴേക്കും എൻ്റെ കറി പോയ സങ്കടമായിരുന്നു വയസ്സ് എനിക്ക്. എന്നാലും കഷ്ടമായി പോയാലും ഞാൻ വളരെ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റായിട്ട് വായിച്ചതായിരുന്നു കേട്ടോ. ഞാനൊരു 10 മിനിറ്റ് ഞാനൊന്നും ശ്രദ്ധിക്കാതെ പോയത്. എനിക്ക് മിക്കവാറും ഞാൻ കറി വെക്കുമ്പോഴിങ്ങനെ കരിയാറില്ല. ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ കറി വെക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെ കരിയുന്നത്. സത്യം, ചൂടാക്കുമ്പോൾ എപ്പോഴും കരിയും, അതെപ്പോഴും സംഭവിക്കുന്നത്. പക്ഷേ കറി വെക്കുമ്പോൾ ഞാൻ ഫുൾ എൻ്റെ മൈൻഡൊക്കെ ഫുൾ ആ കറി വെക്കുന്ന സംഭവ സ്ഥലത്തായിരിക്കും കേട്ടോ. കാരണം എനിക്ക് കറി നല്ല ടേസ്റ്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, നമ്മൾ ആ ചെയ്യുന്നവർക്കുണ്ടാകുന്നൊരു സാറ്റിസ്ഫാക്ഷനാണ്. അത് തന്നെ അത് മാത്രമല്ല കേട്ടോ, കറി വെക്കുന്ന കാര്യം മാത്രമല്ല, ഞാൻ എന്തോ ചെയ്താലും എൻ്റെ 100% ശ്രദ്ധയും എൻ്റെ ഫുൾ കാര്യങ്ങളും ഞാൻ അവിടെ എഫേർട്ട് ഇട്ടിട്ടാണ് ഞാൻ ചെയ്തോളൂ. കാരണം വെച്ചാൽ ഞാൻ അങ്ങനെയാണ് സ്കിൻ കെയറും എൻ്റെ ഹെയർ കെയറൊക്കെ കഴിഞ്ഞ് കേട്ടോ. മുടിയൊക്കെ വാരി മുകളിലോട്ട് പിടിച്ച് കിട്ടുക, അതാണ് ഹെയർ കെയർ. കൈയൊക്കെ നല്ലതായിട്ട് ഹാൻഡ് വാഷ് ഇട്ട് കഴുകിയിട്ട് മുഖമൊക്കെ നല്ലതായിട്ടൊന്ന് ഫേസ് വാഷ് ഇട്ട് കഴുകണമെന്നാണ്. പക്ഷേ ഞാനിവിടെ ഓമാരുടെ ചെറിയ മൈൽഡായിട്ടുള്ള സോപ്പുണ്ട്, ആ സോപ്പ് വെച്ചിട്ട് നന്നായിട്ടങ്ങ് കഴുകും. പിന്നെ നൈറ്റിൽ ഇടാൻ പറ്റുന്ന കുറച്ച് ലൂസായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് എടുത്തിടും. അത്രേ ഉള്ളൂ കേട്ടോ. അത്രയാണ് എൻ്റെ നൈറ്റ് റൂട്ടീൻ. അങ്ങനെ ഒന്ന് സെറ്റപ്പായി കഴിയുമ്പോഴത്തേക്കും ഒരു ആശ്വാസം കിട്ടും. ആശ്വാസം എന്ന് പറഞ്ഞാൽ ഇനി കിടന്ന് ഉറങ്ങാമല്ലോ, അതാണ് ഏറ്റവും വലിയൊരാശ്വാസം. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. എൻ്റെ ബേബീസ് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്.